ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ റൗണ്ട് ഓഫ് 16 ഞാൻ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തിരുന്ന മത്സരം ഇംഗ്ലണ്ടിൻ്റെയും മെക്സിക്കോകളായിരുന്നു. കാരണം ഞാനതിന് മുന്നത്തെ വീട്ടിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇംഗ്ലണ്ട് ഫേസ് ചെയ്യുന്ന ഒപ്പണിനേക്കാളും ചെയ്യേണ്ട ഏറ്റവും എക്സ്ട്രീമായ ഘടകം ആ ഗ്രൗണ്ടും ആ ആൾട്ടിറ്റ്യൂഡ് പ്രഷറും ഫാൻസിനൊക്കെ ആയിരുന്നു. അത് ആ കിഡിലായിട്ട് ഇംഗ്ലണ്ട് നാഷണൽ ടീം അത് കൈകാര്യം ചെയ്ത കാഴ്ചയാണ് കണ്ടത്. എസ്പെഷ്യലി നമുക്ക് ഫുൾ കൈ കൊടുക്കുന്നത് സാക്ഷാൽ തോമസ് ട്യൂഷനാണ്. ആ ലാസ്റ്റ് ടൈമിൽ 5-4-0 എന്നുള്ളൊരു സെറ്റപ്പൊക്കെ ഒരുക്കിയിട്ട് 2 vs 2 മറ്റേ ഓരോ പ്ലേയേഴ്സിനും കമ്മിറ്റ് ചെയ്യിപ്പിച്ചതൊക്കെയും കണ്ടപ്പോൾ ഭയങ്കര കിട്ടില്ല ടാക്ടിക്കലായിട്ട് എനിക്ക് തോന്നി. ടാക്ടിക്കലിക്കും പറയാം നമ്മളാരാ. നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ കളി കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അവന്മാർക്ക് പിന്നെ ക്രോസ് ചെയ്യാൻ വലിയ ഉന്നില്ലാത്ത കാരണം ഇംഗ്ലണ്ടിന് അങ്ങനെ കളിക്കാൻ പറ്റി. പക്ഷെ എന്തോരം പ്രശ്നങ്ങളായിരുന്നു ഈ കളി മൊത്തം. റെഡ് കാർഡ്, 2 പെനാൽറ്റി, ജൂഡിന് 2 ഗോള്, ഹാരിക്കേൻ്റെ ഒരു ഗോളും ഒരു അസിസ്റ്റും, പിന്നെ റൗൾ ജിമിനസിൻ്റെ ഒരു കറക്റ്റ് ഒരു സ്ട്രൈക്ക് ഇൻസ്റ്റിൻക്റ്റ് കാണിച്ചു തന്നു. ജോർദാൻ ഫോണിൻ്റെ നൈസ് 2 സേവുകളുണ്ട് ഈ കളിയിൽ മൊത്തത്തിലൊരു ന്യൂട്രൽ ഫാൻസിനെ സംബന്ധിച്ചോളം ഇന്നത്തെ ഒരു കളി ഒരു ഫസ്റ്റ് തന്നെയായിരുന്നു. ഫസ്റ്റ് എന്നൊക്കെ പറയാം, നമുക്കൊരു ഉത്സവം തന്നെയായിരുന്നു ആ കളി. ആര് കണ്ടാലും ഇത് ഫുൾ ടൈം കാണാനുള്ളൊരു കളി ഉണ്ടായിരുന്നു. കാരണം അവിടേക്ക് ഇങ്ങനെ മാറിപ്പോകാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു കളിയിൽ. ഇപ്പോൾ എക്സ്ട്രാ ടൈം കഴിയുന്നവരാണെങ്കിൽ ഏത് ടീമിനും ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഫസ്റ്റ് ഹാഫിലുള്ള ഇൻറ്റൻസിറ്റി ഒന്നും മെക്സിക്കോ സെക്കൻഡ് ഹാഫിൻ്റെ ലാസ്റ്റ് ആയപ്പോൾ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അവരാകെ പരാജയപ്പെട്ട വരലാണ് എനിക്ക് ഫീലിംഗ് ഉണ്ടായിരുന്നത്. അവർ നല്ല രീതിയിൽ കമ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഇംഗ്ലണ്ട് ചിലപ്പോൾ ഒരു ഗോൾ കൂടി വഴങ്ങിയാണ്. പക്ഷേ അവരിടുന്ന ക്രോസുകളും അവരുടെ ഇൻറ്റൻസിറ്റിക്കും ഭയങ്കരമായിട്ട് വ്യത്യാസപ്പെട്ടു. പിന്നെ കളി ടോട്ടലി എനിക്ക് ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആയിട്ട് തോന്നിയിട്ടാണ്. കാരണം ഞാനാണെങ്കിൽ ഫുൾ പ്രഷറിൽ നിന്നുണ്ടാവില്ല. ഞാൻ കുറേ തെറിയും വിളിച്ചു കളിയിടയ്ക്ക്. കാരണം എനിക്ക് അങ്ങനെ ഫുട്ബോൾ കളിയാണ് ഇഷ്ടം. കാരണം ഞാൻ എപ്പോൾ നോക്കിയാലും ഇതിപ്പോൾ കളിയുടെ ആ ഒരു ഒഴുക്കിൻ്റെ ഉള്ളിലേക്ക് ഞാൻ ഇറങ്ങി ചെല്ലും. എങ്ങനെയാണ് ഞാനെൻ്റെ മനസ്സുകൊണ്ടാണ് ഞാൻ കളിയാണ് പറയാറുള്ളത്. ഞാൻ അങ്ങനെ തലച്ചോറുകൊണ്ട് ഇങ്ങനെ ടാക്ടിക്കലി പോയിൻറ്റ്സ് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നോക്കാറില്ല. ഞാനിങ്ങനെ ഗെയിമിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ട് ഫുട്ബോളിൻ്റെ ഉള്ളിൽ കൂടെ സഞ്ചരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മുടെ ഇമോഷൻസ് ഭയങ്കര അടുത്തടുത്തായിട്ട് ഇടപെട്ട് കിടക്കുന്ന ഒരു സംഭവമാണ് ഫുട്ബോൾ. ഞാൻ പണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഒരെണ്ണം ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈൽ ഞാൻ വേണമെങ്കിൽ ഇതിൽ പിൻ ചെയ്യാം. ആ പ്രൊഫൈലിൻ്റെ അടിയിൽ ഞാനിങ്ങനെ ഒരു വട്ടം ഇങ്ങനെയാണ് ഫുട്ബോൾ കളി എന്ന് പറയുന്നത്. ഫുട്ബോൾ കളി ഞാൻ പറയാറില്ല സാധാരണ, പന്ത് കളി എന്നാണ് ഞാൻ ഫുട്ബോളിന് പറയാറ്. എനിക്കങ്ങനെ പറയാൻ ഇഷ്ടം. ഞാൻ ഏറ്റവും കൂടുതൽ അതുകൊണ്ട് പറയുമ്പോൾ എനിക്കൊരു അടുപ്പം ആ കളിയെടുത്ത് തോന്നാറുണ്ട്. ഒരു അഞ്ചര എന്താ പറയുക, ആ ഒരു ചെറിയ ബോളിൻ്റെ അകത്ത് വീർപ്പിച്ചത് കുറേ പേരുടെ വികാരങ്ങളാണ് ആക്ച്വലി. ശരിക്കും ചിലപ്പോൾ നമ്മളൊരു കളിയിലേക്കും നമ്മൾ ലോകത്തിലെ ഏറ്റവും ഭാഗ്യവാനായിട്ടുള്ള മനുഷ്യനാണ് തോന്നും. നമ്മൾ ആനന്ദത്തിൻ്റെയും ആവേശത്തിൻ്റെയും ഏറ്റവും ടോപ്പിൽ നമ്മൾ ഹിറ്റ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ഒരു കളി തോക്കുകയാണെങ്കിൽ നമുക്ക് ഡിസപ്പോയിൻറ്റഡ് ആയിട്ടുള്ള റിസൾട്ടേക്ക് വരാണെങ്കിൽ കടൽ തീരത്ത് വലിയൊരു കടലിൻ്റെ തീരത്ത് ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഒരു മനുഷ്യൻ്റെ പോലെ ഫീലാവും. ദാറ്റ്സ് ഫുട്ബോളല്ല, കോമഡി എല്ലാ ഗെയിംസും അങ്ങനെ തന്നെയാണ്. മറ്റേ ശാരീരികമായിട്ട് കായികപരമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഗെയിം സ്പോർട്സ്, എനിക്കാണ് നമ്മുടെ പരിണാമത്തിൽ തന്നെ ഇതിന് എന്തെങ്കിലും ബന്ധം ഉണ്ടാവണം. കാരണം പണ്ടത്തെ കാലഘട്ടത്ത് സ്പാർട്ടൻ തൊട്ടിട്ട് ഇന്നത്തെ ഫുട്ബോൾ കളി അല്ലെങ്കിൽ വേറെ ഗെയിംസ് വരെ അതിന് ചിലപ്പോൾ സ്പാർട്ടിനും വേറെ ചിലപ്പോൾ ഇങ്ങനത്തെ കോമ്പറ്റീഷനാണ് വേറെ വല്ല പരിപാടിയൊക്കെ ഉണ്ടാവട്ടെ. എനിക്ക് ഹിസ്റ്ററി എനിക്ക് കൃത്യമായിട്ട് ഒരു അറിവൊന്നുമില്ല. മനുഷ്യന്മാർ തമ്മിൽ തല്ലുകൊണ്ടത് കാണാനുള്ള മനുഷ്യന്മാർക്ക് ഏറ്റവും ഇഷ്ടം. 2 മനുഷ്യന്മാർ ഒരു ലക്ഷ്യത്തിന് വേണ്ടി തല്ലുകൊണ്ടത് കാണുന്നതാണ് എല്ലാ കാലത്തും മനുഷ്യൻ്റെ ഏറ്റവും വലിയ വിനോദം. വിനോദത്തിന് അത്രയ്ക്ക് ഹൈ കിട്ടുന്നത് എന്തുള്ളത്, അതിന് നല്ലൊരു ഉത്തരമാണ് ഇന്നത്തെ മെക്സിക്കൻ കാണുന്നുണ്ട് കളി. എന്തോരം പരിപാടികൾ കാര്യങ്ങൾ ഇങ്ങനത്തെ കളികളാണ് ശരിക്കും വേണ്ടത്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഫസ്റ്റ് ടച്ച് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം.